ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് രാവിലെ പുട്ടെല്ലാം ഉണ്ടാക്കിയിട്ട് ബാലൻസ് വരുമ്പോൾ അത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പുട്ടുപ്മാവിൻ്റെ റെസിപ്പി നോക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ക്രഷ് ചില്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കാഷ്യൂനട്ടും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പുട്ടിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തുകൊണ്ട് ഇതിലോട്ടുള്ള അല്പം ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. സാധാരണ ഉപ്പുമാവിന് വഴറ്റിയെടുക്കുന്ന പോലെ ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അധികം നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയം നമുക്ക് ഇതിലോട്ട് പുട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 1 കുറ്റി പുട്ട് കൈവച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിലോട്ട് ഈ സമയം അല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടെ പെട്ടെന്ന് നന്നായി ഒന്ന് സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം കൂടെ അല്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയം ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പുട്ടുപ്മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ബാലൻസ് പുട്ട് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.